dear students. Today we are going to a new subject, Computer Networks. Computer Networks എന്ന സബ്ജക്റ്റിൽ 4 മൊഡ്യൂൾസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂള് റിവ്യൂ ഓഫ് നെറ്റ്വർക്ക് മോഡൽസ് എന്ന മൊഡ്യൂളാണ്. അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഞാൻ ഇന്ന് കവർ ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഫിസിക്കൽ സ്ട്രക്ചർ, ടോപ്പോളജി ആൻഡ് ടൈപ്സ് ഓഫ് കണക്ഷൻ. ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഈ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഇൻ്റർ കണക്റ്റ് അല്ലേ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഇൻ്റർ കണക്റ്റ് ചെയ്യുക. എന്തിനാണ് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്? അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? ഡാറ്റ ഷെയറിങ് അല്ലേ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ റിസോഴ്സ് ഷെയറിങ്ങിന്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ റിസോഴ്സസ് ആവാം, സോഫ്റ്റ്വെയർ റിസോഴ്സസ് ആവാം. എക്സാമ്പിൾ പ്രിൻ്റർ ഷെയർ ചെയ്യാനാവാം, സ്കാനർ ഷെയർ ചെയ്യാനാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഷെയറിങ്ങിനാവാം അല്ലേ. അപ്പോൾ ഈ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഇൻ്റർ കണക്റ്റ് ചെയ്യാം. ഇൻ്റർ കണക്റ്റഡ് കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ദേ ക്യാൻ ഷെയർ റിസോഴ്സസ് ആൻഡ് ഡാറ്റ ത്രൂ എ ഷെയർഡ് ലിങ്ക്. ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ ആൻഡ് റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യുന്നത്. ഇതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത്? ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് തന്നെയാണ് ജിമെയിൽ അല്ലേ. ജിമെയിൽ എന്ന് പറഞ്ഞാൽ ഇമെയിലിംഗ് സിസ്റ്റത്തിന് നമുക്ക് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്റ്റഡ് ആവണം. അതുപോലെ വീഡിയോ കോൺഫറൻസിങ്, വേറൊരു എക്സാമ്പിൾ ഡിജിറ്റൽ വാച്ചസിൽ. അതുപോലെ വേൾഡ് വൈഡ് വെബ്, അതായത് നമ്മൾ എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻ്റർഫേസ് ആണ്. നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് സെർവറിലേക്ക് പോകുന്നു, സെർവർ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് നമുക്ക് ക്ലയൻറ്റിൽ തരുന്നു അല്ലേ. അതാണ് വേൾഡ് വൈഡ് വെബ്. അതിന് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്റ്റഡ് ആവണം. അതുപോലെ ചാറ്റിങ്, മൊബൈൽ ആപ്ലിക്കേഷൻസ്, വാട്സപ്പ് എക്സെട്ര എല്ലാ ആപ്ലിക്കേഷൻസും നമുക്കിപ്പോൾ മെസ്സേജിങ്, ഇതിനെല്ലാം നമുക്ക് നെറ്റ്വർക്ക് ആവശ്യമാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഷെയറിങ്, ഡാറ്റ ഷെയറിങ്, റിസോഴ്സ് ഷെയറിങ് ആൻഡ് സോഫ്റ്റ്വെയർ ഷെയറിങ്. പിന്നൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റോറേജ് ഷെയറിങ് അല്ലേ. അതായത് നമ്മൾ എല്ലാ ഡാറ്റാസും നമ്മുടെ സിസ്റ്റത്തിലായിരിക്കില്ല, സെർവറിലായിരിക്കും. അപ്പം നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു, സെർവർ ഏത് സിസ്റ്റത്തിലാണോ ആ ഡാറ്റ കിടക്കുന്നത് ആ സെർവറിൽ നിന്ന് നമുക്ക് ക്ലയൻറ്റിന് തരുന്നു അല്ലേ. ഇപ്പോൾ സ്റ്റോറേജ് ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ കോസ്റ്റ്, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ് കുറഞ്ഞു, ടൈം സേവ് ചെയ്തു. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോംപ്ലക്സിറ്റി വന്ന ഒരു അതിൻ്റെ സ്പെഷ്യലിസ്റ്റ്, ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഈ കാര്യങ്ങൾ നോക്കാനായിട്ട് നമുക്ക് ആവശ്യമാണ്. അതേപോലെ ഏതെങ്കിലും കാരണവശാൽ സെർവർ ഫെയിലായാൽ, സെർവറിലാണ് എല്ലാ കപ്പാസിറ്റിയുള്ള സിസ്റ്റം എന്നാണ് സെർവർ. ആ സെർവർ ഫെയിലായാൽ എവറിത്തിങ് വിൽ ഫെയിൽ. ഓക്കെ, അതുപോലെ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ കമ്പ്യൂട്ടറിൻ്റെയും സെക്യൂരിറ്റിനെ അത് ബാധിക്കും അല്ലേ. ചാൻസസ് ഉണ്ട്, സെക്യൂരിറ്റി നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ കേബിൾ ഫോൾട്ട്സ്, കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ കേബിൾസ്, വയേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വയർലെസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വയേഴ്സിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, ഫോൾട്ട് സംഭവിച്ചാൽ നമ്മളെ നെറ്റ്വർക്കിങ്ങിനെ അത് ബാധിക്കും. ഇതൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഫിസിക്കൽ സ്ട്രക്ചർ. ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിച്ചത് കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതിനെയാണ് ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതാണ് ഫിസിക്കൽ സ്ട്രക്ചർ. അപ്പോൾ നമുക്കിവിടെ 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ടൈപ്സ് ഓഫ് കണക്ഷൻ ആൻഡ് ടോപ്പോളജി. ഓക്കെ, ടൈപ്സ് ഓഫ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് കണക്ഷൻ ഉണ്ട്. ഒന്ന് പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷനും ഒന്ന് മൾട്ടി പോയിൻറ്റും. അതായത് 2 or more ഡിവൈസസ് എങ്ങനെയാണ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതെന്നുള്ളതാണ് ടൈപ്സ് ഓഫ് കണക്ഷൻ. പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് ലിങ്ക് ഉണ്ടാവും. 2 ഡിവൈസിനിടയ്ക്ക് ഒരു ഡെഡിക്കേറ്റഡ് ലിങ്ക് ഉണ്ടെങ്കിൽ അത് പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷനാണ്. അതായത് ഈ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ കപ്പാസിറ്റി നമുക്ക് യൂസ് ചെയ്യാം ഈ ലിങ്കിൻ്റെ. ഓക്കെ, പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷൻ. അപ്പോൾ ഡെഡിക്കേറ്റഡ് ലൈൻ ബിറ്റ്വീൻ 2 ഡിവൈസസ്. മൾട്ടി പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലിങ്കിൽ ഒന്നിൽ കൂടുതൽ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതാണ് മൾട്ടി പോയിൻ്റ് കണക്ഷൻ. ഒന്നിൽ കൂടുതലല്ല, 2 or more ഡിവൈസ് ആർ ഷെയർഡ് ഇൻ എ സിംഗിൾ ലിങ്ക്. അപ്പോൾ ഈ ലിങ്കിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മൊത്തം
കമ്മ്യൂണിക്കേഷനും ഫെയിലാവും, മൾട്ടി പോയിൻ്റ് കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ചാനൽ ഷെയർ ചെയ്യാം. ഒന്ന് സ്പേഷ്യലി, ഒന്ന് ടെമ്പോറലി. എന്താണ് സ്പേഷ്യൽ, എന്താണ് ടെമ്പോറൽ നോക്കാം. മൾട്ടി പോയിൻ്റ് ഷെയറിങ്ങിൽ സ്പേഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് എല്ലാ ഡിവൈസസും ഈ ലിങ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ, സൈമൾട്ടേനിയസ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്പേഷ്യൽ ഷെയറിംഗ് എന്ന് പറയും. അപ്പോൾ അവിടെ കൊളീഷനൊക്കെ നടക്കും. ടെമ്പോറൽ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ ടൈം സ്ലോട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് മെസ്സേജ് അയക്കേണ്ട സമയത്ത് വേറെ ആരും മെസ്സേജ് അയക്കില്ല. അപ്പോൾ ഇയാൾക്കൊരു മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ വേറെ എല്ലാവരും അതിൻ്റെ ടൈം സ്ലോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ സമയത്ത് മാത്രമേ ഇവർ മെസ്സേജ് ചെയ്യുള്ളൂ. ആ ടൈപ്പ് ഓഫ് ഷെയറിംഗ് ആണ് ടെമ്പോറൽ ഷെയറിംഗ്. അപ്പോൾ മൾട്ടി പോയിൻ്റ് കണക്ഷന് സ്പേഷ്യൽ ഷെയറിംഗും ഉണ്ട്, ടെമ്പോറൽ ഷെയറിങ്ങും ഉണ്ട്. എന്താണ് ടോപ്പോളജി നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ടൈപ്സ് ഓഫ് കണക്ഷനിൽ പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷനും പറഞ്ഞു, മൾട്ടി പോയിൻറ്റും പറഞ്ഞു. അപ്പോൾ ഈ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലേഔട്ട് ഓഫ് ദി നെറ്റ്വർക്ക്, എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. മെയിനായിട്ട് ഇവിടെ ഞാൻ 6 ടോപ്പോളജി പറയുന്നുണ്ട്. ടോപ്പോളജി മീൻസ് ഫിസിക്കൽ ലേഔട്ട് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് ഓഫ് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ 6 എണ്ണത്തിൽ കൂടുതലുണ്ട്, എങ്കിലും മെയിനായിട്ടുള്ള 6 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, ട്രീ ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി, ഹൈബ്രിഡ് ടോപ്പോളജി. ഒന്നും കൂടി പറയാം. ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗർ നോക്കാം. ഒരൊറ്റ സിംഗിൾ ലിങ്കിൽ മൾട്ടിപ്പിൾ ഡിവൈസസ് ഇതേപോലെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് ബസ് ടോപ്പോളജി. അതേപോലെ രണ്ടാമത്തത് സ്റ്റാർ ടോപ്പോളജി. നിങ്ങൾക്ക് ഇതിൻ്റെ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. കമ്പ്യൂട്ടേഴ്സ് ഒരു സ്റ്റാർ സ്ട്രക്ചറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് നടുവിലുള്ള ഒരാളുമായിട്ട് എല്ലാ ഡിവൈസും കണക്ട് ചെയ്തിരിക്കുന്നു, സ്റ്റാർ ടോപ്പോളജി. അതുപോലെ റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ ഷേപ്പിൽ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തതാണ് റിംഗ്. മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പ്യൂട്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും, അങ്ങനെയുള്ളതാണ് മെഷ്. ട്രീ എന്ന് പറഞ്ഞ ഒരു ഹയറാർക്കിക്കൽ ഫോർമാറ്റിൽ കണക്ട് ചെയ്തിട്ടുള്ളതിനെ ട്രീ ടോപ്പോളജി എന്ന് പറയും. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ടോപ്പോളജീസിൻ്റെ കോമ്പിനേഷന്, അതായത് ട്രീയും സ്റ്റാറും ആവാം, ബസ്സും സ്റ്റാറും ആവാം, അങ്ങനെ ഒന്നിൽ കൂടുതൽ ടോപ്പോളജീസിൻ്റെ കോമ്പിനേഷനാണ് ഹൈബ്രിഡ്. ഓക്കെ, നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത് ബസ് ടോപ്പോളജിയാണ്. ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കേബിൾ ഉണ്ടാവും, ആ കേബിളിൽ ഒന്നിൽ കൂടുതൽ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ബസ് ടോപ്പോളജി. അപ്പോൾ ഇവിടെ ഡാറ്റ ഒരു ഡയറക്ഷനിൽ അറ്റ് എ ടൈമിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. അപ്പോൾ എല്ലാ ഡിവൈസും ഈ സിംഗിൾ കേബിളിൽ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അഡ്വാൻറ്റേജ് നോക്കാം. അവിടെ കേബിൾസിൻ്റെ എണ്ണം കുറവായിരിക്കും, കാരണം മെയിനായിട്ട് ഒരു മെയിൻ കേബിൾ ഉണ്ടാവും, അതുകൊണ്ട് ലെസ് കേബിൾ ഈസ് റിക്വയർഡ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറവായിരിക്കും. സ്മോൾ നെറ്റ്വർക്ക്സിൽ മാത്രമേ നമ്മൾ ബസ് ടോപ്പോളജി യൂസ് ചെയ്യാറുള്ളൂ, കാരണം അതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ഇത് ഈസിയാണ് അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമാണ്. ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഏതെങ്കിലും ഒരു കേബിൾ ഫെയിലായാൽ ഹോൾ നെറ്റ്വർക്ക് ഫെയിൽ ചെയ്യും. അതായത് ഏതെങ്കിലും ഒരു ഇതിൻ്റെ മെയിൻ കേബിൾ ഫെയിലായാൽ ഈ നെറ്റ്വർക്ക്സിന് മൊത്തമായിട്ട് അത് ബാധിക്കും. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കില്ല, കാരണം ഇതാണ് മെയിൻ ആയിട്ടുള്ള ലിങ്ക്. ഓക്കെ, ഈ നെറ്റ്വർക്ക് ട്രാഫിക് ഹെവി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസിനെ അത് ബാധിക്കും, കാരണം എല്ലാവരും അറ്റ് എ ടൈമിൽ മെസ്സേജ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ കപ്പാസിറ്റി കുറയും, പെർഫോമൻസ് ഡിക്രീസ് ചെയ്യും. പിന്നെ ഒരു ലിമിറ്റഡ് ലെങ്ത്തുള്ള കമ്പ്യൂട്ടേഴ്സ്, ലിമിറ്റഡ് ഏരിയാസിലുള്ള കമ്പ്യൂട്ടേഴ്സ് മാത്രമേ നമുക്ക് ബസ് ടോപ്പോളജി ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് വലിയ ഒരു ഏരിയയിലാണെങ്കിൽ നമുക്കവിടെ ബസ് ടോപ്പോളജി യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൂടാതെ ഇത് സ്ലോ ആയിരിക്കും, കാരണം അറ്റ് എ ടൈമിൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് സ്ലോ. അപ്പോൾ ഇതാണ് ബസ് ടോപ്പോളജി. ഇനി റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഇതേപോലെ റിംഗ് ഫോർമാറ്റിൽ കണക്റ്റഡ് ആയിരിക്കും. ലാസ്റ്റ് ഡിവൈസ് എപ്പോഴും ഫസ്റ്റ് ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഒരു ഡിവൈസിന് 2 നൈബേഴ്സ് എപ്പോഴും ഉണ്ടാവും. ഈ ഒരു ടോപ്പോളജിയാണ് റിംഗ് ടോപ്പോളജി. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനൊക്കെ ഈസിയാണ്. ഒരു നോഡ് പുതിയൊരു കമ്പ്യൂട്ടർ ഇടണമെങ്കിൽ എളുപ്പമാണ്. ഈ ഒരു കമ്പ്യൂട്ടറും അടുത്ത കമ്പ്യൂട്ടറും നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഈസി ടു ഇൻസ്റ്റാൾ, ചീപ്പ് ടു ഇൻസ്റ്റാൾ ആൻഡ് എക്സ്പാൻഡ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പ്യൂട്ടറിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് മൊത്തം നെറ്റ്വർക്ക്സിനെയും ഇഷ്യൂ ചെയ്യും, കാരണം
ഈ ഒരു കമ്പ്യൂട്ടറിന് ഇവിടേക്ക് മെസ്സേജ് അയക്കണം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇൻസ്റ്റാളേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇയാൾക്ക് ഈ മെസ്സേജ് അയക്കണമെങ്കിൽ ഈ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവണം. ഇവിടെയുള്ള കമ്പ്യൂട്ടർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വിചാരിച്ച കമ്പ്യൂട്ടറിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. അപ്പോൾ മൊത്തം നെറ്റ്വർക്ക്സിനെ അത് ബാധിക്കും. അതേപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ ഫെയിലായാൽ മൊത്തം കമ്മ്യൂണിക്കേഷനെയും അത് എഫക്റ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ഹബ്ബുമായിട്ട് സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് എല്ലാ ഡിവൈസും കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു സ്റ്റാർ ഫോർമാറ്റിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവുക. ആ സെൻട്രൽ ഹബ്ബിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലായിരിക്കും അവിടെ സ്റ്റാർ ടോപ്പോളജിയിൽ പ്രശ്നം വരിക. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. കാരണം പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്ഷനാണ്, എല്ലാ ഡിവൈസും തമ്മിൽ പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്ഷൻ ആയതുകൊണ്ട് ഫാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ട്രബിൾ ഷൂട്ട് ഈസി ആയിരിക്കും. ട്രബിൾ ഷൂട്ട് മീൻസ് എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അതായത് ഇവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. അപ്പം ട്രബിൾ ഷൂട്ട് കുറച്ചും കൂടി ട്രബിൾ ഷൂട്ട് മീൻസ് പ്രോബ്ലം സോൾവിങ് ഈസ് ഈസി. അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഒക്കെ ഈസിയാണ്. ഒരു നോഡ് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് മറ്റുള്ള നെറ്റ്വർക്ക്സിനെ കമ്പ്യൂട്ടേഴ്സിനെ ഒന്നും എഫക്റ്റ് ചെയ്യില്ല. ഒരു കംപ്ലീറ്റ് ഒരു നെറ്റ്വർക്ക്സിനെ ഒന്നും ബാധിക്കില്ല. ഈ ഒരു നെറ്റ്വർക്കിങ്ങിനെ മാത്രമേ ബാധിക്കുള്ളൂ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ ഹൈ ആണ്. അതേപോലെ ഹബ്ബ് ഫെയിലായാൽ, ഫസ്റ്റ് പറഞ്ഞു ഹബ്ബ് ഫെയിലായാൽ ഹോൾ നെറ്റ്വർക്ക് ഈസ് സ്റ്റോപ്ഡ്. അപ്പോൾ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിനായിട്ട് ഹബ്ബിനെയാണ്, അതിൻ്റെ കപ്പാസിറ്റിനെയാണ് പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്പ്യൂട്ടേഴ്സും പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്ഷൻ ഉണ്ടാവും. അതായത് ഈ ഒരു കമ്പ്യൂട്ടർ നോക്കിയാൽ കാണാം ഇതുമായിട്ടും അതേപോലെ ഇവിടെയും അങ്ങനെ എല്ലാ ഡിവൈസുമായിട്ടൊരു കമ്പ്യൂട്ടർ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കേബിളിംഗ് ഒരുപാട് വരുന്നുണ്ട്, കുറച്ച് കോംപ്ലക്സ് ആണ്. നോക്കാം, പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്ഷനാണ്. അഡ്വാൻറ്റേജസ് നോക്കാം. ഈ ഓരോ കണക്ഷനും അതിൻ്റേതായിട്ടുള്ള ഡാറ്റയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓരോ കേബിളും ഈ ഒരു ട്രാൻസ്മിഷൻ, അതായത് ഇപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള ലിങ്കാണിത്. ഈ രണ്ട് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലിങ്കാണിത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ലോഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈസി ടു ഡയഗ്നൈസ് ദി ഫോൾട്ട്സ് ഒക്കെ നോക്കാൻ ഈസിയാണ്. സെക്യൂരിറ്റിയും പ്രൈവസിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ ആൻഡ് കോൺഫിഗറേഷൻ ഡിഫിക്കൽട്ടാണ്. ദെൻ കേബിളിംഗ് കോസ്റ്റ് കൂടുതലായിരിക്കും. വയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബൾക്ക് വയറിംഗ് ആണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് ട്രീ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചറിൽ കാണുന്ന പോലെ ഒരു റൂട്ട് ഉണ്ടാവും ടോപ്പിൽ. ആ റൂട്ടിനോട് ഹയറാർക്കിക്കൽ ഫോർമാറ്റിൽ ചൈൽഡ് ട്രീസ് നോട്ട്സൊക്കെ കണക്റ്റഡ് ആയിരിക്കും. ഇതിനെ ഹയറാർക്കിക്കൽ ടോപ്പോളജി എന്ന് പറയാറുണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു ബസ്സിൻ്റെയും സ്റ്റാർ ടോപ്പോളജീൻ്റെയും എക്സ്റ്റൻഷനാണ്. അതായത് നമുക്ക് എക്സാമ്പിളായിട്ട് ഇതിപ്പോൾ ഒരു നോഡാണ്, അപ്പോൾ അതൊരു സ്റ്റാർ ടോപ്പോളജിയാണ്. അഗെയിൻ ഇതൊരു സ്റ്റാർ ടോപ്പോളജിയാണ്. ഇതൊരു ബസ്സിലുള്ള പോലെ ഒരു കോമൺ കേബിളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് ഈ ട്രീ ടോപ്പോളജി ഉണ്ടാവുക. നമ്മളിപ്പോൾ ഓരോ ഡിവൈസ് വെച്ച് കാണിക്കുന്നതെന്നുള്ളൂ. ശരിക്കും ഈ ഒരു സ്ട്രക്ചറിലാണ് ഉണ്ടാവുക. ആക്ച്വലി ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബസ് ആൻഡ് സ്റ്റാർ ടോപ്പോളജി. അതുകൊണ്ട് തന്നെ പിന്നെ ഈസി ആയിട്ട് നമുക്ക് എക്സ്പാൻഷൻ പോസിബിളാണ്, മാനേജ് ചെയ്യാൻ ഈസിയാണ്, എറർ ഡിറ്റക്ഷൻ ഈസിയാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊരു ബസ് സ്റ്റാർ ടോപ്പോളജി കോമ്പിനേഷൻ ആയതുകൊണ്ട് ഈ കോമൺ കേബിളിന് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ മൊത്തം നെറ്റ്വർക്കിങ്ങിന് ഇഷ്യൂ ആവും. അതുപോലെ സെൻട്രൽ ഹബിന് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നെറ്റ്വർക്കിനെ മൊത്തം അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഹെവിലി കേബിൾഡാണ്, കോസ്റ്റ്ലി ആണ്. പിന്നെ പുതിയ നോട്ട്സ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടി കൂടും. ഓക്കെ, നെക്സ്റ്റ് ഹൈബ്രിഡ് ടോപ്പോളജി. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ടോപ്പോളജീസിൻ്റെ കോമ്പിനേഷനാണ് ഹൈബ്രിഡ് ടോപ്പോളജി. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഇതിപ്പോൾ ബസ് ടോപ്പോളജിയാണ്, ഇത് ട്രീ ടോപ്പോളജിയാണ്, അതുപോലെ ഇത് റിംഗ് ടോപ്പോളജിയാണ്. ഇങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ ടോപ്പോളജീസിൻ്റെ കോമ്പിനേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് ടോപ്പോളജി. അഡ്വാൻറ്റേജസ് നോക്കാം. റിലയബിൾ ആസ് എറർ ഡിറ്റക്റ്റിംഗ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് ഈസ് ഈസി. നമുക്ക് എറർ ഡിറ്റക്റ്റ് ചെയ്യാനും ട്രബിൾ ഷൂട്ടിങ്ങിനൊക്കെ ഈസിയാണ്, കാരണം ഓരോ ടോപ്പോളജി ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അതുപോലെ എഫക്റ്റീവാണ്, സ്കാലബിളാണ്, അതായത് നമുക്ക് ഈസി ആയിട്ട് സൈസ് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ ഫ്ലെക്സിബിളാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആണ്, കോസ്റ്റ്ലി ആണ്. ഡിസൈനിൽ കുറച്ച് കോംപ്ലക്സ് ആണ്, കോസ്റ്റ്ലി ആണ് ഹൈബ്രിഡ് ടോപ്പോളജി. അപ്പോൾ നമ്മളിന്ന് ടോപ്പോളജിയിൽ 6 ടോപ്പോളജീസ് കവർ ചെയ്തു. ഓക്കെ,
താങ്ക് യു.